ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഈച്ചേനെ വരയ്ക്കാനാണ്. ഒരു ഈച്ചേനെ എങ്ങനെ 3D ആയിട്ട് റിയലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഔട്ട്ലൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ വീട്ടിലും പറയും പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ലൈറ്റ് പെൻസിലിട്ട്, അതായത് ഡാർക്ക് അല്ലാത്ത ഒരു പെൻസിലിട്ടതിന് ശേഷം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേപ്പറിൽ ഡാമേജ് ഒന്നും വരുത്താതെ നമ്മൾ മാക്സിമം നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ചാർട്ടാണ്, നോർമൽ ചാർട്ട് പേപ്പറാണ്. അതുപോലെ തന്നെ ഒരു സാധാരണ പെൻസിലിട്ട് നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഡീറ്റെയിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം അത് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് എറേസ് ചെയ്ത് കളയുക എല്ലാം. അപ്പോൾ ഒരു നീറ്റ് ആവും. അതിനുശേഷം നമ്മൾ കളർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അക്രിലിക് കളർ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏത് കളറാണ് ആവശ്യം, ഇപ്പോൾ നമ്മൾ ഏത് ബുക്കാണ് വരയ്ക്കുന്നത് അതിൽ ഏത് കളറാണ് ആവശ്യം അത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഗ്രീനാണ് വയ്ക്കുന്നത്, അതായത് ഗ്രീനിൽ കൂടെ കുറച്ച് ബ്ലാക്ക് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇത് കളർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ണ് ചെയ്യാനായിട്ട് റെഡ് കളർ എടുത്തതിന് ശേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിൽ യെല്ലോ കളർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലുകളിലും എല്ലാം നമ്മൾ ബ്ലാക്ക് കളർ ഇട്ട് ആദ്യം ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചിറവ് ചെയ്യാനായിട്ട് ഗ്രേ കളർ എടുത്തതിന് ശേഷം ചിറകിൽ എവിടെയൊക്കെയാണോ കളർ ആവശ്യമുള്ളത്, അതായത് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ മാത്രം നമ്മളൊന്ന് കളർ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കളർ ഉപയോഗിക്കുമ്പോൾ അക്രിലിക് കളറിൽ ഏറ്റവും ബേസ് കളർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കളറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഗ്രീന്, അതുപോലെ തന്നെ വൈറ്റ്, റെഡ്, യെല്ലോ, ഇത്രയും കളർ, പിന്നെ ബ്ലാക്ക്, ഓക്കെ, ഇത്രയും കളർ മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോവാം. ഓക്കെ, അതിനുശേഷം നമ്മൾ റെഡ് ഉണങ്ങിയതിന് ശേഷം കുറച്ച് വൈറ്റ് എടുത്തതിന് ശേഷം ആ റെഡിൻ്റെ കളർ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ വൈറ്റിൽ കുറച്ച് റെഡ് ഉപയോഗിച്ചതിന് ശേഷം ഒരു പിങ്ക് കളർ ആക്കിയതിന് ശേഷം നമ്മൾ റെഡിൻ്റെ ഒരു കാഠിന്യം കുറച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു കർവ് കിട്ടാനായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് റെഡിൻ്റെ ഏറ്റക്കുറച്ചിലായിട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പോകുന്ന മോഡലിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ഒരു ലെയർ കൊണ്ടല്ല കളർ ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെക്കുന്നു. അങ്ങനെ ലെയറുകൾ ചേർത്താണ് നമ്മളൊരു പിക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാട്ടർ കളറിൽ ഇപ്പോൾ അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുറത്ത് ലെയർ വെച്ച് അത് മാറ്റാനായിട്ട് കഴിയും. ഓക്കെ, എത്ര ലെയർ വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് നോർമലി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാട്ടർ കളറാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാർക്കും ലൈറ്റും വെക്കുകയാണ്. അതായത് ഇപ്പോൾ ലൈറ്റ് വെച്ചതിന് ശേഷം കുറച്ച് ഡാർക്കാക്കി ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ലെയർ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ചിറകിലും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഹൈലൈറ്റ് ഉള്ള ഭാഗങ്ങളിൽ ഹൈലൈറ്റ് വരുത്താനായിട്ട് ജസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈലൈറ്റ് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മളവിടെ വെച്ച കളറിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് വൈറ്റ് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഓവർ ഡാർക്ക് ആയിപ്പോയെങ്കിൽ അവിടെ കുറച്ച് ലൈറ്റ് ആക്കാനും നമുക്ക് വൈറ്റ് ഉപയോഗിക്കാം. വൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കുറച്ച്, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ കുറച്ച് ഗ്രീൻ എടുത്ത് വൈറ്റ് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കളർ ചെയ്താൽ മതിയാവും. വീണ്ടും നമ്മൾ ചിറവിൽ ഡീറ്റെയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ വൈറ്റ് കളർ എടുത്തതിന് ശേഷം എവിടെയൊക്കെയാണോ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കാറുള്ളത്, അതായത് ചിറവിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാറുള്ള അവിടെയെല്ലാം വൈറ്റ് ഇട്ട് കളർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഗ്രേ കളറാണ് ചിറവിൽ കൊടുത്തത്. ഇപ്പോൾ ഗ്രേ കളർ ഉണ്ടാക്കാനായിട്ട് ബ്ലാക്കിൽ അല്പം വൈറ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഏറ്റക്കുറച്ചിൽ, അതായത് ക്വാണ്ടിറ്റിയുടെ അളവ് അനുസരിച്ച് ഡാർക്ക് ഗ്രേയും അതുപോലെ ലൈറ്റ് ഗ്രേയും കിട്ടുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ വീണ്ടും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കളർ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും ലെയേഴ്സ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഒരിക്കലും ആദ്യത്തെ ലെയർ കൊണ്ട് ഈ പിക്ക് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ എഫക്റ്റീവും അതുപോലെ തന്നെ ഒരു ഡ്രോയിങ്ങിൽ തുടക്കക്കാർക്ക് ആദ്യമേ ഓരോ ലെയറായിട്ട് ചെയ്തു വരുന്നതാണ് നല്ലത്. ഓക്കെ, അതിനുശേഷം എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈച്ചയുടെ പുറത്ത് ചെറിയ രോമങ്ങളും ഇതൊക്കെയുണ്ട്, അതൊക്കെ ഒന്ന് വരച്ച് നോക്കി ക്ലിയർ ആക്കുന്നുണ്ട്. അതുപോലെ ഡാർക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയെല്ലാം കൂടുതൽ ഡാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുഴിഞ്ഞ ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ ഡാർക്ക്. അതിപ്പോൾ നമ്മൾ ഏത് പിക്കായാലും ഈ കുഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളിൽ ഡാർക്കും പൊന്തി വരുന്ന ഭാഗങ്ങളിൽ ലൈറ്റ് കളറും ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയ അനുസരിച്ച് വേണം ഏത് പിക്കിനെയും സമീപിക്കാൻ. ഓക്കെ, അതിപ്പോൾ ഡാർക്ക് വരുന്നത് കുഴിഞ്ഞ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ പ്രകാശം അധികം കിടക്കാത്ത ഭാഗങ്ങളിലും, അതുപോലെ ലൈറ്റ് വരുന്ന പ്രകാശം നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശം പതിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലായിരിക്കും. ഓക്കെ, അതിനുശേഷം ഈച്ചയുടെ കാലുകളിലൊക്കെ നമ്മൾ കുറച്ച് വൈറ്റ് ഇട്ട് അതിൻ്റെ ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എങ്ങനെ ഒരു 3D ചിത്രം അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ളൊരു ചിത്രം നമ്മൾ വരയ്ക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. വലിയ ഡീറ്റെയിലും നമ്മൾ ഈ പിക്കിൽ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഒരുവിധം ആർക്കും ചെയ്യാൻ കഴിയും എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇതിൽ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തെ ഒരു പിക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ,
അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു പിക്ക് വരയ്ക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കളറിൻ്റെ ഒരു ലെയർ മാത്രം, അതായത് ഒരു ഷെയ്ഡ് മാത്രം വെക്കാതിരിക്കുക. ഇപ്പോൾ പച്ചയാണെങ്കിൽ പച്ചയുടെ പല ഷെയ്ഡുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചുവപ്പാണെങ്കിൽ ചുവപ്പിൻ്റെയും വ്യത്യസ്തമായ ഷെയ്ഡുകൾ ചെയ്യാനായിട്ട്, അതായത് ഡാർക്കും ലൈറ്റുമായ വ്യത്യസ്തമായ ഷെയ്ഡുകൾ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ഇടുന്നത് അതെല്ലാം ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം അതിനൊന്ന് ലയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് മാത്രം വെച്ചാൽ പോലെ അതിനെ ലയിപ്പിച്ച് ആ പിക്ചറായിട്ടൊന്ന് ബന്ധിപ്പിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ എല്ലാ ലെയറും വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ലെയറാണ് ഡീറ്റെയിലിംഗ്. അതായത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ വരണം, അതായത് ചെറിയ ചെറിയ രോമങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും ഡാർക്കുള്ള ഭാഗം, ഏറ്റവും ലൈറ്റുള്ള ഭാഗം, ഇതൊക്കെ ലാസ്റ്റുള്ള ഡീറ്റെയിലിങ്ങിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് ഹൈലൈറ്റും എല്ലാം നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കൂടുതൽ കറക്റ്റായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും 3D ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഈ ഷാഡോ എന്ന് പറയുന്നത്, ഈ നിഴൽ. ഇപ്പോൾ നിഴൽ വരയ്ക്കുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കുണ്ടാകുന്നത്, ആ പിക്ചറിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് വരയ്ക്കുന്നുണ്ട്. ഇപ്പം ഷാഡോ വരയ്ക്കാനായിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഗ്രേ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈറ്റ് പ്രതലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ബ്ലാക്കിൽ കുറച്ച് വൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നിഴൽ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരു കരിച്ച എങ്ങനെ വരയ്ക്കാം, അതായത് 3D ഒരു കരിച്ച എങ്ങനെ വരയ്ക്കാമെന്നും 3Dയുടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തീർച്ചയായും അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായും കാണുക. ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വിടുക. അപ്പോൾ ഉണങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് നോക്കാനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ എഫക്റ്റ് തോന്നിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എത്രത്തോളം നമുക്ക് അത് എഫക്റ്റീവായി തോന്നുന്നുണ്ട് നോക്കുക. അതിനുശേഷം നമുക്ക് കുറവുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണോ കുറവുള്ളത്, ഇപ്പോൾ ഹൈലൈറ്റ് ആണോ അല്ലെങ്കിൽ ഡാർക്കാണോ അല്ലെങ്കിൽ കളറാണോ കുറവ്, അതൊക്കെ ഒന്ന് റീടച്ച് ചെയ്യുക. ഓക്കെ. ഇത്രയാകുമ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾ തീർച്ചയായും നമ്മുടെ ചാനലിൽ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതലും നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സിനും കൂടെ വരയ്ക്കാൻ കഴിയുന്ന വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, നമുക്കിപ്പോൾ വരയ്ക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്കും കൂടെ വരയ്ക്കാൻ കഴിയുന്ന വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.